കേരളത്തിനായി സ്വർണ്ണത്തിളക്കം ഇടിച്ചു നേടിയ ആവേശത്തിലാണ് ഇടുക്കി പൂപ്പാറ സ്വദേശിയായ അനിൽ രവീന്ദ്രൻ. ദേശീയ ജീറ്റ് കുനേദോ ചാമ്പ്യൻഷിപ്പിൽ ഡൽഹി താരത്തെ തറപറ്റിച്ചായിരുന്നു അനിലിന്റെ സുവർണ്ണ നേട്ടം. നേപ്പാളിൽ നടക്കുന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ. ന്യൂഡൽഹിയിൽ നടന്ന ജീറ്റ് കുനേദോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കിയുടെ കരുത്തിലാണ് കേരളം ഓവറോൾ കിരീടം കരസ്ഥമാക്കിയത്. അടിമാലി ബ്രൂസ്ലി രാജ് അക്കാദമിയുടെ ചിറകിലായിരുന്നു കേരളത്തിന്റെ കുതിപ്പ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 11 സ്വർണം അടിമാലിയുടെ കുട്ടികൾ കരസ്ഥമാക്കി. ഇതിൽ സീനിയർ വിഭാഗത്തിലെ ഏക സ്വർണം അനിലിന്റെ നേട്ടമാണ്. രാജാക്കാട് NR-City സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അനിൽ 3 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ 10ാം ക്ലാസ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേഷ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറ് ഞങ്ങളെ ഈ സാർമാരെ ഏൽപ്പിച്ച് ഞങ്ങളൊരു 3 വർഷമായിട്ട് ഈ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ സ്കൂൾസും ജില്ലാ മത്സരവും അമച്ചറും എല്ലാം ഒരു നല്ലൊരു നേട്ടമായിട്ട് ഞങ്ങൾ മെഡൽ അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നാഷണൽ ലെവലിലേക്ക് പോയി നല്ല ഫസ്റ്റ് മെഡൽ കിട്ടിയത് ഞങ്ങളെ ആശ്വസിച്ചു. അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാമന്, ചേട്ടൻ, അച്ഛനമ്മ എല്ലാവരും നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നമുക്ക് സഹായം ചെയ്തായിരുന്നു. നാഷണൽ ലെവലിൽ പോയി കളിക്കുമ്പോൾ നല്ലൊരു സഹായത്തോടെ നമ്മൾ നല്ലപോലെ കളിച്ചായിരുന്നു. ഇനി ഇൻ്റർനാഷണൽ കളിക്കാനുള്ള ഇതുണ്ട്, പക്ഷേ അതിൻ്റെ പൈസ ബുദ്ധിമുട്ട് കാരണം ഇപ്പം നിർത്തിവെച്ചേക്കുവാണ്. കർഷക തൊഴിലാളിയായ രവീന്ദ്രൻ, സുമതി ദമ്പതികളുടെ മകനാണ് അനിൽ. സാമ്പത്തിക പരാധീനതകൾക്കിടയിലാണ് മകന് മികച്ച പരിശീലനം നൽകാൻ ഈ മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ദേശീയ മെഡൽ നേട്ടത്തിൽ അഭിമാനമുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നേപ്പാൾ കാഠ്മണ്ഡുവിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കാനാവുമോ എന്ന ആശങ്കയിലാണിവർ. അവനിപ്പോൾ നാഷണൽ ലെവലിൽ പോയിട്ട് ഒരു വിജയത്തോട് വന്നതിന് വളരെ സന്തോഷത്തോടും അവരുടെ കോച്ചുകളും പിന്നെ സാർമാർക്കും വളരെയേറെ നന്ദി പറയുന്നുണ്ട്. പിന്നെ വിദേശത്തിൽ പോയി കളിക്കുവാനും അവനുള്ള സാമ്പത്തിക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുവാണെങ്കിൽ അവനെ പുറത്ത് പറഞ്ഞു വിട്ട് കഴിക്കാനുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു കായകനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ജീറ്റ് കുനേദോയിൽ മാത്രമല്ല ഫെൻസിംഗ്, വുഷു ചാമ്പ്യൻഷിപ്പുകളിലും അനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.